എല്ലാ വാതിലുകളും അടയുമ്പോൾ ദൈവം ഒരു വാതിൽ തുറക്കും. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് താൻ തുറന്ന വഴിയിലൂടെ വഴി നടത്തിയ അനേകം ജീവിതാനുഭവങ്ങൾ, അതിൻ്റെ കഥ പറയുന്ന ബെത്സയിദയിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടിയത് തങ്കമണി എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതാനുഭവം. പോട്ട ആശ്രമത്തിൽ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരി. ആ അനുഭവങ്ങളുടെ തുടർച്ച നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടുമുട്ടുകയാണ്. നമുക്ക് ബാക്കി കേൾക്കാം. ഹോസ്പിറ്റലിൽ ഞാൻ മുട്ടുകുത്തി സ്തുതിച്ച് ഉറക്കെ സ്തുതിക്കണമായിരുന്നു. എൻ്റെ ഉള്ളിൽ വരണ ചിന്ത, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ സാക്ഷിയാവണമെന്ന ചിന്ത എൻ്റെ വരണത്. അതുകൂടാതെ ഞാൻ ചെയ്തൊരു കാര്യം, തൊട്ടടുത്തൊരു കുട്ടീനെ സീരിയസ് ആയിട്ട് കുട്ടി മരിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും ആ കുട്ടിയുടെ ചുറ്റും നിൽക്കുക. എൻ്റെ മോന് കുഴപ്പമൊന്നുമില്ലാതിരിക്കാറുണ്ടല്ലോ, ഡോക്ടർ രക്ഷപ്പെടുന്നല്ല പറഞ്ഞായിരുന്നത്. പക്ഷെ മരിച്ചത് എൻ്റെ മോനാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് ആ സമയത്ത് എൻ്റെ മോൻ മരിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഈശോയെ, ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണം. ഈ ഹോസ്പിറ്റലിൽ എത്ര രോഗികളുണ്ടോ അവരൊക്കെ തൊടണം, സൗഖ്യപ്പെടുത്തണം പറഞ്ഞ് ഉറക്കെ സ്തുതിച്ച് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നൊന്നും എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയൊന്നും അറിയില്ല അവിടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പനും ബഹളം വെച്ച് ഡോക്ടർമാരെ ഞാനിപ്പോൾ കൊല്ലും, എൻ്റെ കൊച്ചിന് അവർ കൊന്നു കളഞ്ഞതാണ്, പാല് കൊടുത്തിട്ട് പറഞ്ഞ് അപ്പം ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ ആ 10ാം നിലയിലാണ് എറണാകുളം മെഡിക്കൽ ടെസ്റ്റിൽ ആ ജനങ്ങളും, ജനറൽ വാർഡാണ്, ജനങ്ങൾ മുഴുവനും ഞങ്ങളുടെ ചുറ്റും കൂടി. ആ സമയത്തൊക്കെ അപ്പം അവിടെ ബഹളം വയ്ക്കണേ ഞാൻ ചിന്തിക്കണത്, ഈ വന്നേക്കണ ഒരു ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യാനികളും ഉണ്ടാവും, യുവജാതിരൊക്കെ ഉണ്ട്, ഇവരെല്ലാവരും ഈശോയെ അറിയണമെന്ന് എൻ്റെ ഉള്ളിലുള്ള ചിന്ത. ആ സമയത്ത് വന്നൊരു ചിന്തയാണ്. അത് കഴിഞ്ഞവർ എന്നെ അങ്ങനെ വന്നത് എൻ്റെ ഉള്ളിൽ. ആ സമയത്ത് വരണത് അതാണ്, എൻ്റെ ഈശോനെ ഇവർ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ കൂടിയുണ്ടെങ്കിൽ എല്ലാം മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ആ ഒരു വിശ്വാസത്തിൽ ഇവരറിയണം, ഈശോയിൽ ഇവർ വിശ്വസിക്കണം, ഇവർ കാണുന്നത് അങ്ങനൊരു ചിന്ത എൻ്റെ മുകളിലേക്ക് വരണത്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. അത് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ഒന്നിങ്ങനെ പിടിക്കാനായിട്ട് എഴുന്നേൽപ്പി കുട്ടിനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ, നിങ്ങൾ ആരും എന്നെ പിടിക്കണ്ട, എൻ്റെ കൂടെ എൻ്റെ ഈശോയെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് നടന്നു വന്നു. ഞാൻ നോക്കിയപ്പോൾ അപ്പൻ ഭയങ്കര ബഹളമാണ്. എല്ലാവരും അപ്പനെ പിടിച്ചുകൊണ്ട് പോയതല്ല അവർ. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. ആ 10ാം നിലയിൽ ആ ജനറൽ വാർഡിൽ ആ റൂമിൽ വാതിൽ കടക്കാനായിട്ട് കാല് വയ്ക്കണ നേരത്തെ എനിക്ക് സ്റ്റക്കായിപ്പോൾ, എനിക്ക് അനങ്ങാൻ പറ്റണില്ല. പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കാം, ഡോക്ടർമാരുടെ ക്ഷമ ചോദിക്കാൻ. അപ്പം ഞാൻ എൻ്റെ ഈശോ ഈ നേരത്തെ എങ്ങനെയെങ്കിലും ക്ഷമ ചോദിക്കാൻ എൻ്റെ ഉള്ളിൽ ചിന്ത വന്നതാണ്. ഞാനവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡോക്ടേഴ്സ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്ന് തുടങ്ങി. ലേഡി ഡോക്ടർ ഞങ്ങൾക്ക് ബ്ലഡൊക്കെ സൗജന്യമായിട്ട് ആ ഡോക്ടറുകളത് കിട്ടിയതൊക്കെ ഒത്തിരി സഹായം ചെയ്തു തന്നു. എപ്പോഴും ഓടി വരുമോ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, വഴി വരും. ആ ഡോക്ടറാണ് ഞാൻ പറഞ്ഞപ്പോൾ വന്നത്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ, അപ്പന് ഇവിടെ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ട്, ഞങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറയും, മോളെ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല, സമാധാനമായിട്ട് പോവാന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അപ്പോഴാണ് എനിക്ക് അവിടെ നടക്കാൻ പറ്റിയത്. അത് ഞാൻ നടന്ന് വന്ന് ഞാൻ ആംബുലൻസിൽ വന്ന് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോനെ കൊണ്ട് കിടത്തി. അപ്പോൾ അപ്പനും അമ്മയും ഒരു സീറ്റിലിരുന്നു. അപ്പം ഞാൻ കൊച്ചിനെ കിടത്തിയിട്ട് ഞാൻ താഴെ ഇരുന്നിട്ട് ഞാൻ അവനിങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ ഇരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഞാൻ എൻ്റെ ഉള്ളിൽ പിന്നെ വരണത് യേശു നല്ലവൻ, ആ പാട്ടാണ് വരണത്. ഞാൻ മനസ്സിൽ മുഴുവനും ഈ ഗാനം അങ്ങനെ ആലപിച്ചുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് പ്രത്യേക ഒരു നന്ദി പറയാനുള്ള നമ്മുടെ ഗാനശുശ്രൂഷകരോടാണ്. എനിക്ക് ചെറുപ്പം തുടങ്ങിയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോട്ട ആശ്രമത്തിൽ ഞാൻ വരുമ്പോൾ എൻ്റെ കൊച്ചിനും ഞാൻ കൊണ്ടുവരാറുണ്ട്. അവന് 3 വയസ്സ് വരെ, അവനെ 3 വയസ്സിൽ വന്നു തുടങ്ങിയിട്ട് 5 വയസ്സ് വരെ ഞാൻ എല്ലാ ആഴ്ചയും പോട്ടയിൽ വരും. നടപ്പരയിൽ വന്ന് ഞാൻ മോനെ കൊണ്ടിരിക്കും. അവനും ഈ പാട്ടൊക്കെ അവനറിയാം. അവനും വീട്ടിൽ ഞങ്ങൾക്ക് അന്ന് കാസറ്റാണല്ലോ ഇടുന്നത്, കാസറ്റ് മേടിച്ചു കൊണ്ടുവരും. ഈ പാട്ടുകളൊക്കെ ഇട്ട് എപ്പോഴും കേൾക്കും. എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ, വിഷമം വരുമ്പോൾ ഉടനെ ഞാൻ പാട്ട് കേൾക്കും. ഈ പാട്ടിലൂടെയാണ് എനിക്ക് കൂടുതൽ സൗഖ്യം കിട്ടിയത്. അതുകൊണ്ട് അവിടെ പാടുന്ന ഗാന ശുശ്രൂഷയിലൂടെ കിട്ടിയ ഒത്തിരി ഗാനങ്ങൾ ആലപിച്ചിലൂടെ അതാണ് എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും വരും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ പാട്ടാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ അവിടെ മോനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ചാലക്കുടി ആനമല ജംഗ്ഷൻ എത്തി. പിന്നെ ആ സമയത്ത് ഞാൻ അപ്പനോട് പറയാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോട്ടയിൽ പോയിട്ട് അച്ഛനോട് പറയാം, പനക്കളച്ചനോട് പറയാം, കുട്ടി മരിച്ചോ എന്ന് പറയാം. അതുവരെ മിണ്ടാതിരുന്ന അപ്പൻ ചാടി എഴുന്നിട്ടിട്ട് തന്നെ പറഞ്ഞു, ഇനി മേലെ നീ പോട്ടയിൽ പോരുത്, നീ പോട്ടയിൽ പോയിപ്പോൾ നിൻ്റെ കെട്ടിയവനും പോയി, കൊച്ചും പോയി, ഇനി നീ പോട്ടയിൽ പോവോ, ഇരിക്കലടി എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചവിടെ ഇരുത്തി. ഞാൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എല്ലാവരും എന്നെ
ഞാൻ ബോധം കെട്ട് കിടക്കാന്ന് വെച്ചിട്ട് എൻ്റെ അയൽവാസികളെല്ലാവരും കൂടി എന്നെ താങ്ങി പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. രാത്രി 9 മണി വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ഈശോയുടെ അടുത്തേക്ക് പോയേക്കണതാ, നിങ്ങൾ ആരെയും വിഷമിക്കണ്ട. ഞാൻ ഇറങ്ങി നേരെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കണമെന്നു. അപ്പം അവൾ ഓടി വന്നു. അപ്പം അപ്പച്ചൻ മരിച്ച ആ സമയത്ത് 2 വയസ്സുള്ള സമയത്ത് അവൾക്ക് ആ ഒരു ഭയമുള്ളി കിടപ്പുണ്ട്. അവർ ഈ മരിച്ചിട്ട് മണി അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ കൊച്ചിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ പേടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചിനതോടെ അനിയൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തന്നെ മനസ്സിലായി, 2ാം ക്ലാസ്സിലാണല്ലോ. എൻ്റെ അടുത്തേക്ക് ഓടി വന്നതിന് വട്ടം പിടിച്ച് കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കരയാണ്ട് നിൽക്കാം. ഞാൻ പറഞ്ഞു, മോളെ ഈശോയുടെ അടുത്തേക്ക് പോയേക്കണം കേട്ടോ, ആൻ്റെ കുട്ടാന്ന് വിളിക്കണം, ആൻ്റണി എന്ന പേര്, തുളസിൻ്റെ പേരിട്ടേക്കണം, ആൻ്റെ കുട്ടൻ ഈശോയുടെ അടുത്തേക്ക് പോയേക്കണം കേട്ടോ, മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മടിയിൽ വന്നവള്, ഞാനവിടെ ഇരുന്നു, എൻ്റെ മടിയിൽ വന്നവളോട് കിടന്ന സമയത്ത് തന്നെ ഉറങ്ങിപ്പോയി, പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല ഉറങ്ങിയിട്ട്. ഇവള് ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ ചിരിക്കുക. അപ്പം ഞാൻ അപ്പൊന്നും ചോദിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒപ്പീസൊന്നും ചെല്ലണ്ട, എൻ്റെ കൊച്ചു സ്വർഗത്തിൽ പോയിക്കണതാ, അതിന് ഒപ്പീസൊന്നും, നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുമോ ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി എടുത്ത് ബൈബിൾ തുറന്ന സമയത്ത് യോഹന്നാൻ 15-ാമത്തെ അധ്യായം വായിക്കണേ. അപ്പം അതിൽ 2-ാം വചനത്തിൽ എഴുതിയേക്കാണ്, അതിൽ എഴുതിയേക്കാം, ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയും, ഫലം തരുന്നതിനെ കൂടുതൽ വെട്ടിയൊരുക്കുന്നു. ആ ഒരു വെട്ടിയൊരുക്കുന്ന വചനമാണ് എൻ്റെ മനസ്സിൽ കയറിയത്. എൻ്റെ ഈശോ എന്നെ വെട്ടിയൊരുക്കണതാണ്, ഈശോയ്ക്ക് കൂടുതൽ ഫലം നൽകാനായിട്ട്. ആ വചനം എന്നെ സ്പർശിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ വേറെ കരയൊന്നും ചെയ്യില്ല, ഞാൻ എപ്പോഴും യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈ കുപ്പി പിടിച്ച് അത് പിറ്റേ ദിവസം കുട്ടീനെ എടുക്കുന്നത് വരെ ഞാനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ പള്ളിയിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന സമയത്ത് മോളെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മോൾ ഇന്നലെ എന്താ സ്വപ്നം കണ്ടേ? ആൻ്റെ കുട്ടൻ ഇങ്ങനെ ഒന്ന് കൊണ്ട് കിടത്തിയപ്പോൾ മോളെൻ്റെ മടി വന്ന് കിടന്നില്ലേ, അപ്പം നീ ചിരിക്കണ്ടായല്ലോ. അത് അമ്മച്ചി, അത് ഞാൻ സ്വപ്നം കണ്ടതേ, ഒരു വലിയൊരു കോട്ട നിറച്ച് പൂക്കൾ, അതിൽ ആൻ്റെ കുട്ടൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈശോ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ കൊണ്ടുപോകണത് കണ്ടു. അപ്പോൾ അവൻ തുള്ളിച്ചാടി ചിരിക്കുകയാണ് കൊട്ടയിൽ. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചതാ അമ്മച്ചിയെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഈശോ അന്ന് തന്നെ എൻ്റെ മോനെ സ്വർഗത്തിൽ കൊണ്ടുപോയി. അപ്പം അന്ന് വൈകിട്ട്, മോൻ മരിച്ചൊന്ന് വൈകിട്ട്, ഈ കുട്ടി മോളെ ഈ സംഭവം പറയുന്നതിനേക്കാളും മുമ്പ് തന്നെ അന്ന് വൈകിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടായി. അപ്പം ചോദിച്ച ചോദ്യം, എന്താണ് നീ പോട്ടയ്ക്ക് പോണേ, നീ പോയിട്ട് എന്താ കാര്യം? എൻ്റെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പൻ പോട്ടയിലൊക്കെ വരുവായിരുന്നോ സമയത്ത്? മോൻ മരിച്ചതിന് ശേഷമാണ് വന്നത്, അതിന് മുന്നേ ഇല്ല. അപ്പോൾ ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്ത്, ഈ ചിന്ത പോണില്ല തലയിൽ. അപ്പന് പറഞ്ഞ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം, ഡയറി എടുത്തിട്ട് ഞാൻ എഴുതി വെച്ചു, എൻ്റെ മകനെ ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തി ആ കർത്താവിനെ മടിയിലിരുത്തി എന്ന് എഴുതി വെച്ചു. ആ സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ നിന്ന് ചിന്ത പോയി. പിന്നെ എനിക്ക് അങ്ങനത്തെ ചിന്ത വന്നില്ല, മനസ്സിൽ ആ വിഷമം ഇങ്ങനെ മനസ്സിൽ വന്നില്ല. പിന്നെ പോട്ടയിലേക്ക് തിരിച്ചു വരുന്ന ഒരു തിരിച്ചപ്പം പോരുന്നാണ് പറഞ്ഞേക്കണേ. അപ്പം അതുകൊണ്ട് അപ്പം എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ മോൻ്റെ ആ കുഴിമാടത്തെങ്കിലും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 7 ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് പോട്ടയിൽ പോകേണ്ട പറ്റിയില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അപ്പം വഴുക്ക് വരുമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുട്ടി മരിച്ച് 7-ാം ദിവസം ഞാൻ വീണ്ടും പോട്ടയ്ക്ക് വന്നു തുടങ്ങി. പിന്നെ ആശ്രമത്തിൽ എല്ലാ ആഴ്ചയും വന്ന് വചനം കേൾക്കും. അത് കഴിഞ്ഞ് ഏത് വർഷമാണിത്? കുട്ടി 90-ലാണ് കുട്ടി മരിക്കുന്നത്. 90 സമയത്ത് കോട്ടാശ്രമത്തിൽ തിരക്കുകൾ സമയത്താണ് വരണത്, നല്ല തിരക്കുകളൊക്കെ ഉള്ള കാലം. അങ്ങനെ 5 വർഷം 90 തുടങ്ങി 95 വരെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം അപ്പം താമസിച്ചാണ് അപ്പം വീട്ടിലായിരുന്നു. വിധവയായതുകൊണ്ടൊന്നും പിന്നെ ഇഷ്ടമല്ല. പിന്നെ വൈദികരോട് സിസ്റ്റേഴ്സിനോടൊക്കെ അപ്പന് ആദ്യമേ ഇഷ്ടക്കുറവ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മാസം ഞാൻ എൻ്റെ മകനോട് പ്രാർത്ഥിച്ചു. മകൻ സ്വർഗത്തിലാന്ന് ഈശോ ദർശനത്തിൽ മോളെ കാണിച്ചിട്ടുണ്ടല്ലോ, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ചെന്ന് കുഴിമാടത്തിൽ നിന്ന് മോനോട് പറയും, മോനെ നീ ഈശോടൊന്ന് പറയടാ, എനിക്കൊരു ധ്യാനം കൊണ്ട് താമസിച്ച് ധ്യാനം കൂടെ നീ ഒന്ന് ഈശോട് പറഞ്ഞ അപ്പം അനുസരിക്കും. അങ്ങനെ ഞാൻ ഒരു മാസം പ്രാർത്ഥിച്ചു. ഒരു മാസം കഴിഞ്ഞ് അമ്മോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പോയി താമസിച്ച് ധ്യാനം പറഞ്ഞു. അപ്പോൾ അപ്പം വഴക്ക് പറഞ്ഞു, നീ ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അമ്മ ഒന്ന് ഒന്ന് ചോദിച്ചോ, എന്നിട്ട് എന്താ പറയാന്നറിയാലോ. അമ്മ പോയി ചോദിച്ചപ്പോൾ അപ്പം മിണ്ടിയില്ല, സമ്മതിച്ചു.
പിന്നെ ഞാൻ എത്ര ധ്യാനം കൂടി എനിക്ക് തന്നെ അറിയില്ല, എന്തുമാത്രം ധ്യാനങ്ങളാണ് ഈശോ കൂട്ടിയത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് ചെയ്ത് വലിയൊരു അത്ഭുതം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ ബൈബിൾ കമ്മീഷൻ ആരംഭിച്ചു. ഞാൻ 4 വർഷം പോയിട്ട് ബൈബിൾ പഠിച്ചു. എല്ലാ വർഷവും ഫസ്റ്റ് ക്ലാസ്സിൽ പരീക്ഷ എഴുതി പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ കൗൺസിലിംഗ് കോഴ്സ്, അതേപോലെ സിസ്റ്റേഴ്സിൻ്റെ കൗൺസിലിംഗ് ചാലക്കുടിയിലുണ്ട്, അത് 6 മാസത്തെ കോഴ്സ്. ആ കോഴ്സ് ഞാനും ബീനയും കൂടി ഒരുമിച്ച് കൂടിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ആ കോഴ്സും പാസ്സായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കാണും, എന്നെ പോലെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണം, അവരെ ശക്തിപ്പെടുത്തണം, ഈശോ എനിക്ക് തന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കണം. അങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. കൗൺസിലിംഗ് കൊടുക്കണമൊക്കെ ആയിട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ആ സമയത്താണ് പിന്നീട് ഞാൻ അപ്പനോടും അമ്മോടും പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചും ഒരു ധ്യാനം കൂടെ എന്തായാലും കൂടണം. അച്ഛനും അമ്മച്ചും ധ്യാനം ഒന്ന് കൂടി. ആ ധ്യാനത്തിൽ എൻ്റെ മാവനോട് അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചെങ്കിൽ എൻ്റെ 2 മക്കൾക്കും എൻ്റെ അപ്പനും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു വിഷമം അനുഭവിച്ചിട്ടില്ല. അവർ എല്ലാം ചെയ്തു കൊടുക്കാൻ, എന്ത് ആവശ്യങ്ങൾ വാങ്ങിക്കൊടുക്കാനായിരുന്നു. ഈ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പൻ എന്നെ വഴക്ക് പറഞ്ഞതൊക്കെ. കുട്ടി പോയി എൻ്റെ സങ്കടമാണ് കാണിച്ചത്. അപ്പോൾ ആ ധ്യാനത്തിൽ വെച്ച് അപ്പന് ഒരു അനുഗ്രഹം കിട്ടിയത്, ദിവികാനെ എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അപ്പൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചില്ല, ഇവരെന്താ ഇവിടെ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി കണ്ണ് തുറന്നിരുന്നു. ആ സമയത്ത് അപ്പൻ കണ്ടൊരു കാര്യം, ദിവ്യഗാനത്തിൽ ഉണ്ണീശോ വന്ന് നിൽക്കണം, ഉണ്ണീശോയുടെ തൊട്ടടുത്ത് അതേ പ്രായത്തിൽ തന്നെ എൻ്റെ മോൻ വന്ന് നിൽക്കണത് കണ്ടു. അങ്ങനെ ഒരു അനുഭവം അപ്പന് കണ്ടു. അതോടുകൂടി അപ്പൻ്റെ സകല വിഷമവും മാറി. അപ്പൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടീ നിന്നെ ഞാൻ മോനെ കണ്ടിട്ടോ, ഭയങ്കര സന്തോഷമായിട്ട് വന്ന് പറഞ്ഞു. പിന്നെ അപ്പൻ ആകെ മാറി. മദ്യപാനം നിർത്തി, ഭഗവതി നിർത്തി, പിന്നെ പള്ളിയായിട്ട് അടുത്തു. എൻ്റെ മോനാണ് എന്നെ അപ്പനെ അടുപ്പിച്ചതൊക്കെ. എനിക്കത് ഭയങ്കരമായിട്ട് കാരണം സന്തോഷമായി. കാരണം എൻ്റെ മോൻ മരിച്ചാലും ഇവിടെ ഒത്തിരി കുടുംബത്തെ അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങി. മാനസാന്തരങ്ങളാണ് കൂടുതൽ കേട്ടോ, ഒരുപാട് മാനസാന്തരങ്ങൾ വന്നു തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ മൂത്ത ആങ്ങളെയും എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനും എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേരിലൊക്കെ ഒരുപാട് അങ്ങനെ ചെയ്യാത്ത ഒരാളാണല്ലോ. അതുകൊണ്ട് ഈ മോൻ മരിച്ചതിലൂടെ ശത്രുത പോയി, അവർ തമ്മിൽ സ്നേഹത്തിലായി. പിന്നീട് ഞങ്ങൾ 4 വർഷം കേസ് നടന്ന് വിജയിച്ചു, ആത്മഹത്യ എല്ലാം തെളിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ ആ ഒരു കാര്യത്തിൽ കർത്താവിൻ്റെ അടുത്ത് കോട്ടയം വരുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ നീ എനിക്ക് വേണ്ടി വാദിക്കുക, എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ വേറെ വഴിയില്ല. അങ്ങനെ 5 വർഷം കേസ് നടന്നു. 5 വർഷം കഴിഞ്ഞപ്പോഴേ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കിട്ടി തുടങ്ങിയത്. പിന്നെ ആശ്രമത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറിയത്, ശുശ്രൂഷയുടെ ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ എന്നും ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ 90 തുടങ്ങി 95 വരെ ഞാനിങ്ങനെ വചനം കേൾക്കാൻ വന്നു പോകും. പക്ഷേ വൈദികരൊന്നും കാണാനോ ഒന്നും പോകാറൊന്നുമില്ല, ധ്യാനങ്ങളൊക്കെ കൂടി പോകാറില്ലാണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ഞാനിങ്ങനെ വന്നിരുന്ന സമയത്ത് നടപ്പരയിൽ വന്നിരിക്കുക. അപ്പോൾ ഒരു പ്രായം ചെന്നൊരു അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്ന് പറഞ്ഞു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛനെ കാണാൻ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ വചനം കേൾക്കാൻ വന്നേക്കണതാ, ഞാൻ വചനം കേൾക്കട്ടെ. അമ്മച്ചി തൊട്ട് പുറകിലാന്ന് തോന്നി, എനിക്കറിയില്ല, റൂം അറിയില്ല. ഈ പള്ളിയുടെ പുറകിൽ അച്ഛൻ്റെ റൂമുണ്ട്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒന്ന് വാമോളെ, എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു മടി, ഒന്ന് വായോ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് ഞാനും അമ്മയും കൂടി പോയി. അപ്പം ഫാദർ ജോൺ കണിച്ചേരിച്ചനുള്ള സമയത്താണ് ആ സമയത്താണ്. അപ്പം അച്ഛൻ ആ റൂമിൽ ഇരിക്കാനുണ്ട്. അപ്പോൾ ഈ അമ്മച്ചി കയറി പ്രാർത്ഥിച്ചു, അമ്മച്ചി പോയി. എന്നെ വിളിച്ചൊന്നുമില്ല, ആൾ പോയി. അത് ഞാനവിടെ നിന്നപ്പോൾ അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ ഒരു ചിന്ത. അപ്പോൾ അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛന് മുമ്പ് മുട്ടുകുത്തി ആ സമയത്ത് കൈവച്ച്. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനവരായിരുന്നു വരായിരുന്നു, കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരാറുണ്ട്. പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം, കർത്താവ് നിന്നോട് ശുശ്രൂഷയ്ക്ക് വിളിക്കേണ്ടെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഒഴിവില്ല അച്ഛാന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു മകളുണ്ട്, അവൾ സ്കൂളിൽ വിടണം, ചെറിയ കുട്ടിയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ പറയണതല്ല കേട്ടോ, കർത്താവ് പറയണം. അപ്പം എനിക്ക് പേടിയായി. പറഞ്ഞു, ഞാൻ വരാം, അടുത്ത ബുധനാഴ്ച നിങ്ങൾ വായോ, എന്നിട്ട് ഒരു കൗൺസിലിംഗ് നടത്താം, അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് കയറാൻ അവർ പറയുകയാണെങ്കിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നത്തെ ആഴ്ച വന്നു, കൗൺസിലിംഗ് ഇരുന്നു. അവർ പറഞ്ഞു ഉടനെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ അവരാണ് വിളി വന്നത് മധ്യസ്ഥ പ്രാർത്ഥന. അത് 95 കയറി. 2000 വരെ ഞാനിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇങ്ങനെ ആഴ്ച തോറും വന്നുകൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ആ സമയത്താണ് എൻ്റെ അപ്പം മരിക്കണത്. 2000 എൻ്റെ അപ്പം മരിക്കണ സമയത്ത് എൻ്റെ കൂടെ അപ്പനായിരുന്നു പറഞ്ഞല്ലോ. എൻ്റെ സഹോദരങ്ങളൊക്കെ അപ്പം മരിക്കുന്നവരെ ആരും എന്നെ ഒന്ന് വഴക്ക് പറയും അപ്പം സമ്മതിക്കില്ല. അപ്പനെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നെ.
അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മൂന്നാമത്തെ ആങ്ങള വന്നിട്ട് എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. ഒരുപാട് പോട്ടയിൽ പോണത് വേറെ രീതിയിലൊക്കെ പറഞ്ഞാൽ മോശം രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടപ്പെട്ടു, പ്രഷറൊക്കെ കുറഞ്ഞു പോയി. അവസാനം ഞാൻ വീണ്ടും പോട്ടയിലേക്ക് തന്നെ വന്നിട്ട് ഈ കണിച്ചേരിച്ചിനെ തന്നെ കാണാണ്. അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതേ മോൾക്ക് ഈശോ ഒരു പുതിയ കൃപ തരാൻ പോകുന്നുണ്ട്, അതെൻ്റെ മുന്നോടിയാണ് സഹനം എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ വലിയ ഇതുമാതിരി ഈ പേരുകൾ കേട്ടിട്ടാണ് ഈ കൃപ തരണത് കർത്താവ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു. പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു, ഒരു പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, കർത്താവ് ഒരു സമയത്ത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാസം ഞാൻ ഈ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ എന്ത് കൃപയാണ് ഈശോ എനിക്ക് തരാൻ പോണേന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രൂപ്പിനെ എൻ്റെ തൊട്ടടുത്ത് ഒരു ചേച്ചി, ആ ചേച്ചി ഇവിടെ ഈ ഡിവൈനിൽ ശുശ്രൂഷയാണ് ചേച്ചി, വിജയ കെ നായർ ചേച്ചി, ആ ചേച്ചി എന്നോട് പറയാൻ ചെവിട്ടി സ്വകാര്യം പറയേണ്ടി നിനക്ക് കൗൺസിലിംഗ് ഈശോ കൃപതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ ചേച്ചി പറയല്ല, എനിക്ക് പേടിയാന്ന് പറഞ്ഞു ചോദിച്ചോള്. ഞങ്ങൾ പറയണത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ലീഡർ കേട്ടിട്ടില്ല കേട്ടോ. ആ ലീഡർ കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ച് സുധിച്ചോണ്ടിരിക്കേണ്ടത് ആള് ഒരു പ്രവചനം പോലെയാണ് പറഞ്ഞു, തങ്കമണിയെ കർത്താവ് കൗൺസിലിംഗ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഞാനും ചേച്ചി ഞെട്ടിപ്പോയി. ഞങ്ങൾ പറഞ്ഞ അപ്പം തന്നെയാണ് ഈ ബ്രദറിന് മെസ്സേജ് കിട്ടുന്നത്. അപ്പം ഞാനത് പറഞ്ഞില്ല, അച്ഛനോട് പറയാൻ പോയില്ല. അച്ഛനോട് പറഞ്ഞാൽ കൗൺസിലിംഗ് ഇരിക്കേണ്ടവരില്ലേ, മനുഷ്യനെ ഇങ്ങനെ അഭിമുഖീകരിച്ച് സംസാരിക്കണ്ട. അപ്പം അന്നൊന്നും എനിക്ക് അത്ര ധൈര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, കൗൺസിലിങ്ങിന് ഈശോ കൃപ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, കൗൺസിലിംഗ് ഇരിക്കണമെന്ന് പറഞ്ഞു. സാധാരണ അനുദിനത്തിനാണ് ആദ്യം ഇരുത്തിയിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് താമസിച്ചാനത്തിലേക്ക് വിടുള്ളൂ. അച്ഛൻ എന്നോട് പറഞ്ഞത് താമസിച്ചാണ് നടക്കേണ്ട അടുത്ത ആഴ്ച ആന്തരികസൊക്കെ ധ്യാനം, അതിന് കൗൺസിലിംഗ് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ എനിക്കൊന്നും അറിയില്ല അച്ഛൻ എന്ന് പറഞ്ഞു. പറഞ്ഞു കർത്താവല്ലേ ചെയ്യണം, നീ ഇരുന്ന് കൊടുത്താൽ കർത്താവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പം തന്നെ അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടി അവിടെ വന്നു. പറഞ്ഞു ഇവളെ കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞു. ഞാൻ അവളെ കൊണ്ടുപോയി അവിടെ പോയി കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ഒരു പേര് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ചോദിച്ചപ്പോൾ ഒരൊറ്റ കാരണം ആണ് ആ കുട്ടിയുടെ പ്രശ്നം. ആ ഒരു പേര് വളർത്തിയ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി, വിശ്വാസമായി. ആദ്യത്തെ കൗൺസിലിംഗ് ആ കുട്ടിക്ക് പോലും അറിഞ്ഞില്ല ഞാൻ ആദ്യം ചെയ്യണതാന്നുള്ളത്. 30 വർഷം ഇപ്പൊ അന്ന് 1995 മധ്യസ്ഥത്തിന് കയറി, 2000 കൗൺസിലിങ്ങിന് കയറി. പിന്നെ 2010 കഴിഞ്ഞപ്പോൾ നമ്മുടെ വിൽസൺ അച്ഛനില്ലേ കുഴിത്തടത്തിൽ, ആ അച്ഛൻ വന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ എത്ര നാളെങ്ങനെ കൗൺസിലിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് വചനപ്രഘോഷണത്തിന് കാരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പേടിയുള്ള കാര്യമാണത്. പക്ഷെ അച്ഛൻ വിഷയം തന്നു, ഒരുങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഒരുങ്ങി അച്ഛൻ്റെ കൊണ്ടുകൊടുത്തു. ചേച്ചി ഓക്കെയാണ്, ചേച്ചി കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ 2010 ഒക്ടോബർ 12 ആദ്യമായിട്ട് അൾത്താരയിൽ കയറി സുവിശേഷ പ്രഘോഷണം നടത്തി. അന്ന് വഴി നടത്തിയ വഴികൾ ഇപ്പം ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അത്ര മഹനീയമായ രീതിയിലൂടെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ സങ്കടങ്ങൾ തോന്നുമെങ്കിലും ഇതൊന്നൊരു നഷ്ടങ്ങളെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തങ്കമണി ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. എനിക്ക് ഏറെ അഭിമാനമുണ്ട് കേട്ടോ. കാരണം തൊട്ട ആശ്രമത്തിൽ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരിയാണ്. ഞാനൊക്കെ ഫോട്ടോയിൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ ആരംഭിച്ചതാണ്. അതുകൊണ്ട് ആ നാളുകളിലൊക്കെ തങ്കമണി ചേച്ചി തീർച്ചയായിട്ടും സാക്ഷ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനൊക്കെ വന്നിട്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷേ എവിടെയോ ഒരു തവണ ഇങ്ങനെ ഏതൊരു ക്ലാസ്സിലെന്തോ പറഞ്ഞു പോണതിൻ്റെ ഒരു ചെറിയ എൻ്റെ തലക്കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചത്. കാരണം കുറേ പേരുണ്ടുണ്ട്, എല്ലാവരുടെയും മറ്റേ ജീവിതാനുഭവങ്ങൾ എന്നാന്ന് അറിയാനൊന്നും സാധിക്കുകയൊന്നുമില്ല. പക്ഷേ തങ്കമണി ചേച്ചി ഈ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിലാദ്യം തോന്നിയൊരു ഫീലാണ് ഞാൻ പറഞ്ഞത്. എന്തോരം പരാതി നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കണേ. പരാതികൾക്കൊന്നും അർത്ഥമില്ല. ആ പരാതികളൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എല്ലാം നമ്മൾ പല ആവർത്തി ഇത് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ അത് കടന്നു പോകുമ്പോഴാണ് നമ്മളതിൻ്റെ അർത്ഥം എന്നതും ശരിക്കും മനസ്സിലാക്കിയെടുക്കണത്. അപ്പോൾ ഒരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ചിരുന്ന തങ്കമണി എന്ന സഹോദരിയെ ഇവിടം വരെ തമ്പരാൻ ഉയർത്തി എന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വന്നു, കൗൺസിലിംഗ് ശുശ്രൂഷയിൽ വന്നു, ഭജന ശുശ്രൂഷയിൽ വന്നു. ഇന്ന് ജീവിതം മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക്, ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു ദൈവാനുഭവത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വേറൊരു നിരാശയുടെ വഴിയാണ് ഒരൊറ്റപ്പെടൽ. എന്തിനെങ്ങനെ ജീവിക്കണോ? പക്ഷെ തമ്പുരാൻ അതിൽ നിന്നെല്ലാം അപ്പോൾ എല്ലാ വാതിലും ഒന്നും ഒരുമിച്ച് അടച്ചിട്ടില്ല. രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടാണ് ദൈവം ബാക്കിയുള്ള വാതിലൊക്കെ അടച്ചിരിക്കുന്നത്.
ആ തുറന്ന വാതിൽ എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹത്തിൻ്റെ വാതിലാണ്. അതിലാണ് തങ്കമണി ചേച്ചി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ എപ്പിസോഡ് ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഒരുപാട് സന്തോഷം. ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള ഒരാളെ നമുക്ക് ആശ്രമത്തിലെ ശുശ്രൂഷയ്ക്ക് കിട്ടിയല്ലോ എന്നുള്ളൊക്കെയുള്ള ഒരു അനുഗ്രഹം. ഈ ആന്തരിക സൗഖ്യത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൗൺസിലിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കടന്നുപോയവർക്ക് പറയുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് ഡെപ്തുണ്ട്. അനുഭവം ഇല്ലാത്തൊരാൾ കേട്ടറിവും വായിച്ചറിവാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് പറയണത്. ഇനിയും അനേകരെ ദൈവത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. കണ്ണു തുറന്ന് നോക്കിയാൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണും. അപ്പോൾ ജീവിതം തകർന്നു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ചില ജന്മങ്ങൾ, അവർക്കൊക്കെ ഒരു കൈത്താങ്ങാകാൻ തങ്കമണി ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മകളും ഒക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? മകള് വിവാഹത്തിന് മുമ്പ് അവള് ബാംഗ്ലൂര് വിപ്രോയിൽ ജോലിയായിരുന്നു അവൾക്ക്. ഓക്കെ. അവളുടെ പഠനമൊക്കെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തിയതാണ്. ഓക്കെ. ഓരോ പ്രാവശ്യമൊക്കെ ഫീസ് അടയ്ക്കുന്ന സമയത്തൊക്കെ അവൾക്ക് പോട്ടയിൽ പറഞ്ഞ ആദ്യമൊക്കെ അവളും എന്നോട് അവളും ഞാൻ ഒറ്റയ്ക്കായില്ലോ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവൾ അമ്മച്ചിക്ക് എൻ്റെ കൂടെ ഇരുന്നോടെ, അമ്മ എന്തിനാ എപ്പോഴും കോട്ടയം പണെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ദിവസം വലിയൊരു അത്ഭുതകര സംഭവം ഉണ്ടായി. അവൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കോട്ടയത്തിൽ നിന്ന് വന്ന് അവൾ MSc പഠിക്കുക. അപ്പോൾ 20,000 രൂപ സെമസ്റ്റർ അടയ്ക്കണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അടച്ചു, പിന്നെ പൈസയില്ല. അപ്പോൾ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു 10,000 കിട്ടി. 10,000 വേണം. അപ്പോൾ സഹോദരങ്ങളും ആരോടും ചോദിച്ചാലും തരില്ല, എനിക്ക് ജോലിയില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു കൊടുക്കില്ല വെച്ചിട്ട് ആരും തരില്ല. അപ്പം ഞാൻ മോള് വീട്ടിൽ കരഞ്ഞിരിക്കുക, ഞാൻ വിഷമിച്ചിരിക്കുന്നത് പെട്ടെന്നൊരു ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞങ്ങൾ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ബൈബിൾ പഠിച്ചൊരു ടീച്ചറാണ്. ആ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ, ചാലക്കുടിക്ക് വരുമോ? പറഞ്ഞ ടീച്ചറെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ചാലക്കുടി പള്ളിയിൽ വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന സമയത്ത് ടീച്ചർ വെച്ച്, നീ എന്താ വിഷമിച്ചിരിക്കണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ വിഷമിച്ചിരിക്കണമെന്ന് കാണണമല്ലോ. പറഞ്ഞ് മോൾക്ക് ഫീസ് അടയ്ക്കാനല്ലേ ടീച്ചറെ, ഒരു 10,000 രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാഗ് തുറന്നിട്ടൊരു കവർ എടുത്ത് തന്നു. അപ്പോൾ ഇതെന്താ ടീച്ചറെ, ഇതിൽ 10,000 രൂപയുണ്ട്. ടീച്ചർക്ക് ഇങ്ങനെ മനസ്സിലായ എനിക്ക് 10,000 വേണമെന്ന്. ഞാനിത് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് 2 ആഴ്ചയായി ഞാൻ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ ദേശാംശമാണത്, ഇത് ആർക്കാണ് അർഹതപ്പെട്ടത്, ആ വ്യക്തിനെ കാണിച്ചതാ. അപ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിൻ്റെ മുഖം തെളിഞ്ഞു വരാണ്. അപ്പം നമ്മൾ പണ്ട് ബൈബിള് പഠിച്ചപ്പോൾ ഫോൺ നമ്പർ കൈമാറിയായിരുന്നല്ലോ. അപ്പം ഞാൻ ആ ബുക്ക് തപ്പിയെടുത്ത് 4 വർഷമായിട്ട് ഞങ്ങൾ ഒരു കോണ്ടാക്റ്റ് ഇല്ല കേട്ടോ, ഞങ്ങൾ തപ്പിയെടുത്ത് ഞാൻ വിളിച്ചതാണ്. ഞാനത് എനിക്കത് പിന്നെ എനിക്ക് എന്തെന്ന് പറയാൻ, സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയാമെന്ന് എനിക്ക് ടീച്ചറോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പം മോൾ വിഷമിച്ചിരിക്കുക. ഞാൻ മോളുടെ മടിയിലേക്ക് ഈ പൈസ ഈ കവർ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എടി നിൻ്റെ അപ്പൻ ആരാന്ന് നിനക്കറിയോ? എൻ്റെ അമ്മ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഞാൻ പറയാം, എടി നിൻ്റെ അപ്പൻ യേശു ക്രിസ്തു നിൻ്റെ അപ്പൻ, തുറന്നു നോക്കടിയെന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ 10,000 രൂപ. പിറ്റേ ദിവസം കടച്ചില്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അവൾക്ക് സന്തോഷമായി. അന്ന് തുടങ്ങി പിന്നെ ഇന്ന് വരെ എന്നോട് പോട്ടയ്ക്ക് പോരെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതുപോലെ വിവാഹത്തിന് അങ്ങനെ തന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കർത്താവ് പലരിലൂടെയും കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തി. ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളിലും നടന്നു. എല്ലാം കല്യാണത്തിന് 7 പവൻ എൻ്റെ കയ്യിൽ ആകെയുള്ളൂ. പക്ഷേ 20 പവൻ കൊടുത്ത് കർത്താവ് കഴിക്കാനായിട്ടുള്ള എല്ലാം ഒരുക്കി തോന്നുന്നത്. നാട്ടുകാർ ഞാൻ അന്നൊരു വചനം പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കായിരുന്നു, വെളിപാട് 3:7. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത തുറക്കുന്നവനാണ് കർത്താവ്, ആർക്കും തുറക്കാൻ കഴിയാതെ അടയ്ക്കുന്നവനാണ് കർത്താവ്. കർത്താവെ എൻ്റെ മകളുടെ ജീവിതാന്തസ്സിൽ വാതി തുറക്കണമേ, സാമ്പത്തികമായാലും വാതി തുറക്കണം എന്ന് പ്രാർത്ഥിക്കാറുണ്ടായി. കർത്താവ് തുറന്നത് ഞങ്ങളുടെ ഇടവകയിലെ ഒരുപാട് പേരുടെ മനസ്സാണ് തുറന്നത്. വിവാഹത്തിന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി, എല്ലാ ചിലവും കഴിഞ്ഞ് 1,00,000 രൂപ മിച്ചം വന്നു. ഇപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ നീ എൻ്റെ മണവാണല്ലേ, നീ ജനിച്ച നാടും സ്ഥലമൊക്കെ കാണണം, എനിക്ക് ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞാൽ 2010 മോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2014 വരെ. ആ 2014 സക്രിയ സച്ചൻ്റെ കൂടെ വിശുദ്ധാട് കാണാൻ പോകാൻ ദൈവനെ അനുവദിച്ചു. അവിടെ ചെന്ന് അന്ന് ബെത്ലഹേമിൽ ചെന്നപ്പോൾ എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അങ്ങനെ യേശുവിന്റെ അനുഗ്രഹങ്ങൾ തന്നു. നന്ദി പറയാം. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും പ്രാർത്ഥനാപൂർവം തങ്കമണി ചേച്ചി ഓർക്കാം, തങ്കമണി ചേച്ചിയുടെ ശുശ്രൂഷകളെ സമർപ്പിക്കാം. ചേച്ചിക്ക് എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതും ഇത്രയേ ഉള്ളൂ, ഈശോയോട് ചേർന്ന് നിൽക്കുക. നമുക്കൊരു കർത്താവുണ്ട്, അവൻ
തൻ്റെ ചിറകിൽ നമ്മെ വഹിക്കുന്നവന്. അവൻ്റെ ചിറക് തളരുകയില്ല, അവൻ്റെ ചിറക് ബലമുള്ളതാണ്. ഏത് കഷ്ടപ്പാടാകട്ടെ, ഏത് ദുരിതമാകട്ടെ, നനച്ചിരിക്കാത്ത സമയത്ത് തകർച്ചകൾ കയറി വരട്ടെ, തളർന്നു പോയേക്കരുത്, ഈശോയെ കൂട്ടുപിടിച്ചോ. ഒരു കാര്യം കൂടി നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നിങ്ങളിൽ ആർക്കെങ്കിലും സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റുപാടിൽ ആരെങ്കിലും ജീവിതത്തെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് കർത്താവിനോട് ചേർന്ന് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവന്നവർ, അങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ദയവേത് ഞങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഒന്ന് അയച്ചു തരൂ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമുമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ആ നമ്പറിലേക്ക് വിളിച്ച് അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ ഇവിടെ ഈ കസേരയിൽ ആ വ്യക്തി ഉണ്ടാകും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന സമയങ്ങളിതെല്ലാം. ഇതൊരു അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ മണിക്കൂറൊന്നും അല്ല നമ്മൾ കണ്ടത് ജീവിതത്തിൻ്റെ തകർച്ചയിൽ ദൈവം താങ്ങി നടത്തിയ ഒരു ശുശ്രൂഷകയുടെ ജീവിതാനുഭവമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.